അതുലേക്ക് ജോലിക്ക് പ്രവേശിക്കേണ്ട ദിവസമായിരുന്നു ഇന്ന്. ഫേസ്ബുക്കിലൂടെ ഭർത്താവ് സതീഷ് പിന്നാലെ ആത്മഹത്യാ ഭീഷണി മുഴക്കിയതും നമ്മൾ കണ്ടു. എന്നാൽ താൻ അതുല്യെ ഉപദ്രവിച്ചു എന്ന കാര്യം സൂചിപ്പിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു സതീഷിന്റെ വാക്കുകളെല്ലാം. താൻ അതുല്യെ കൊന്നിട്ടില്ലെന്ന് മാത്രമാണ് സതീഷ് ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നത്. എന്തായാലും കൊലക്കുറ്റം ചുമത്തി തന്നെയാണ് സതീഷിനെതിരെ ചവറ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഷമീർ അബ്ദുൾ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന്. ഷമീർ, എന്താണ് ഈ കേസിൽ സംഭവിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു യുവതി അവർ നേരിട്ട പീഡനങ്ങൾ പലവട്ടം പറഞ്ഞ് അവരുടെ സുഹൃത്തുക്കളോട് ബന്ധുക്കളോടൊക്കെ പറയുന്നു. പക്ഷേ പലപ്പോഴും ഇടപെടുമ്പോൾ ആദ്യം സംഭവിക്കുന്നത്, ഈ കുടുംബങ്ങൾ ഇടപെടുമ്പോൾ സംഭവിക്കുന്നത്, ഈ പ്രശ്നം പരിഹരിച്ച് വീണ്ടും അവിടേക്ക് തന്നെ മടക്കി അയക്കുകയാണ്. അങ്ങനെയാണ് ഒരു കുട്ടി കൂടി നമ്മുടെ ഇടയിൽ നിന്ന് മരിക്കേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും രുചീഷ്, നമുക്കറിയാം ഈ കൊല്ലത്ത് തന്നെയാണ് വിസ്മയ, ഉത്ര, ഇപ്പം വിഭജിക, അതിനുശേഷം ഇതാ അതുല്യ കൂടി വരുന്നു. അറിയാം, ഈ കുട്ടി നിരന്തരം പീഡനത്തിന് വിധേയമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടു കാണും. ആ ദൃശ്യങ്ങളൊക്കെ ആ കുട്ടി ഒരു തെളിവിനായി ആ കാലഘട്ടത്തിൽ ശേഖരിച്ച് വെച്ചിരുന്നതായിരുന്നു. പിന്നീട് ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ ഈ കുട്ടി മരിച്ചതോടുകൂടിയാണ് ആ സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തത്. ഇതിന് പിന്നാലെ ഈ കുടുംബം ചവറ പോലീസ് സ്റ്റേഷനിലെത്തി, ചവറ തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും പോലീസ് ഈ ഡിജിറ്റൽ തെളിവുകളൊക്കെ പരിശോധിച്ചോ ഇതിൽ വാസ്തവമുണ്ടെന്ന് മനസ്സിലാക്കിയാണ് കൊലക്കുറ്റത്തിനടക്കം പോലീസ് കേസെടുത്തത്. കൊലക്കുറ്റം, ഗാർഹിക പീഡനം, സ്ത്രീധന പീഡനം, അങ്ങനെ 3 വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുക്കുകയും ചെയ്തത്. നമുക്കറിയാം, നേരത്തെ രുചി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് പരിഹരിച്ച് കോംപ്രമൈസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അത് ഏതാണ്ട് 4 വർഷം മുമ്പ് ഇത്തരത്തിലൊരു ഗാർഹിക പീഡന കേസ് ശാസ്താംകോട്ട കോടതിയിൽ നിലനിൽക്കുന്നു. അന്ന് കൗൺസിലിങ്ങിന് വിധേയമായപ്പോൾ ഈ പെൺകുട്ടിയോട് ഭർത്താവിനൊപ്പം പോകണമോ വേണ്ടയോ എന്ന് കൗൺസിലിംഗ് ചെയ്ത ആളുകൾ ചോദിച്ചപ്പോൾ ഈ കുട്ടി പോകാൻ തയ്യാറാവുകയും ചെയ്തു. അങ്ങനെ വീട്ടുകാർ അപ്പോഴും ഈ പെൺകുട്ടിയെ വിടാൻ തയ്യാറായില്ല. കാരണം ഇയാൾക്ക് ചില സ്വഭാവ വൈകൃതങ്ങളുണ്ട്, ഇയാൾ ചില സമയത്ത് സൈക്കോയെ പോലെയാണ് പെരുമാറുന്നത്. അതൊക്കെ കൊണ്ട് തന്നെ വീട്ടുകാർ അന്നേ ദിവസം രാത്രി വീടിൻ്റെ കതകുകൾ അടച്ചു പൂട്ടിയിരുന്നപ്പോൾ ഇയാൾ ഗുണ്ടകളുമായി വന്ന് ആ വീട്ടിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതുമൊക്കെ തന്നെ ഇന്ന് രാവിലെ ഈ സൗണ്ട് ബൈറ്റുകളിലൂടെയൊക്കെ തന്നെ നമുക്ക് മനസ്സിലായതാണ്. പിന്നീട് ആ പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരമാണ് അയാൾക്കൊപ്പം പോയതും പിന്നീട് അവർ ജീവിച്ചതും നിരന്തരമായ പീഡനത്തിന് പെൺകുട്ടി വിധേയമാവുകയും ചെയ്തത്. ഇതെല്ലാം തന്നെ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളോടും അതുപോലെ ഈ പെൺകുട്ടിയുടെ അനുജത്തി അഖില ഷാർജയിൽ അടുത്തൊരു ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ട്, അവരോടുമൊക്കെ പങ്കുവെക്കുമായിരുന്നു. പല കാര്യങ്ങളും അമ്മയിൽ നിന്ന് മറച്ചു വെക്കുമായിരുന്നു. അവസാന ദിവസം, അതായത് ഈ മരണത്തിൻ്റെ തൊട്ടു മുമ്പുള്ള ദിവസം, ഈ പെൺകുട്ടിക്ക് പുതിയ ജോലി ലഭിക്കുന്ന കാര്യമൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഈ കുടുംബത്തിനോട് കാര്യങ്ങൾ പങ്കുവെച്ചു. അത് സഹോദരിയോട് പങ്കുവെച്ചു. ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് പുതിയ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പണം ആവശ്യപ്പെട്ട് അഖിലയുടെ മുറിയിലേക്ക് ചെല്ലുകയും അഖില ആ പണം നൽകുകയും ആ വസ്ത്രങ്ങളൊക്കെ വാങ്ങി പിറന്നാൾ ആഘോഷിച്ച ഒരു പെൺകുട്ടി, വളരെ സന്തോഷത്തോടു കൂടി മാതാപിതാക്കളോട് സംസാരിച്ച പെൺകുട്ടിയെ പിറ്റേന്ന് പുലർച്ചയോടുകൂടി മരിച്ച നിലയിൽ കണ്ടു എന്ന് പറയുന്നത് തന്നെ ആ കുടുംബത്തിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ കുട്ടിയുടെ വോയിസ് ക്ലിപ്പുകളിലൊക്കെ തന്നെ, സുഹൃത്തുക്കൾക്ക് അയച്ച വോയിസ് ക്ലിപ്പുകളിലൊക്കെ തന്നെ പറയുന്നുണ്ട്, എന്നെ ചവിട്ടിക്കൂട്ടി ഒരു സ്ഥലത്തിട്ടിരിക്കുകയാണ്, എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പേടിയാണെന്ന് പറയുന്നു. അതേ കാര്യം മാതാപിതാക്കളോടും സ്വന്തം മകളോട്, 10 വയസ്സുള്ളൊരു മകൾ രുചിഷ് ഈ കുട്ടിക്ക് ഉണ്ട്, അതുല്യക്കുണ്ട്. ആ മകൾ നാട്ടിലാണ്. ആ മകൾക്ക് പോലും പിതാവിനൊപ്പം താമസിക്കാൻ പേടിയാണ്. ഇത്തരത്തിൽ ഈ വൈകൃതമുള്ള ഒരാളാണ്, അയാൾക്കൊപ്പം താമസിക്കാൻ പേടിയാണ്. അയാൾ രാവിലെ മുതൽ മദ്യപിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്രൂര പീഡനങ്ങളാണ് ആ പെൺകുട്ടിക്ക് നേരെ അയാൾ നടത്തുന്നത്. പലതവണ അവർ മർദ്ദിച്ചിട്ടുണ്ട്. പലതവണ അയാൾ, ഈ നേരത്തെ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്, അയാൾ ഒരു കത്തിയുമായി ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. പിന്നീട് സ്വയം ശരീരത്തിലേക്ക് ആ കത്തി കുത്താൻ ശ്രമിക്കുന്നു. വളരെ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ, അതും ആ ഭാര്യയെ കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് അവിടേക്ക് കൊണ്ടുപോയ ഒരാൾ, നിരന്തരമായ ഭാര്യ വീട്ടിൽ പൂട്ടിയിട്ട ശേഷമാണ് അയാൾ ജോലിക്ക് തന്നെ പോകുന്നത്. ഈ ജോലിക്ക്, അതായത് പുതിയ ജോലിക്ക് സമ്മതിച്ചത് തന്നെ നിരന്തരം ആ പെൺകുട്ടി സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഫലമായിട്ടാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹത മാറ്റണം. അത് മാറ്റേണ്ടത് ഷാർജയിലെ പോലീസ് സംവിധാനങ്ങളാണ്. അവിടെ നമുക്കറിയാം രുചീഷ്, അവിടുത്തെ നിയമ സംവിധാനങ്ങളൊക്കെ തന്നെ മറ്റൊരു തരത്തിലാണ്. ആത്മഹത്യക്കൊക്കെ അവിടെ എത്രത്തോളം പ്രാധാന്യം ലഭിക്കുമെന്നൊക്കെ തന്നെ നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവിടുത്തെ നിയമത്തിന് മുമ്പിൽ ഈ കേസ് എത്തണമെങ്കിൽ നിലവിൽ ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു FIR രേഖപ്പെടുത്തണം. അതിന് മുന്നോടിയായിട്ടാണ് കുടുംബം ഇത്തരത്തിൽ ഈ ചവറ തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിൽ FIR രേഖപ്പെടുത്തിയത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ വ്യവസ്ഥ, അതായത് ഈ FIR നമ്പർ സഹിതം ഇന്ത്യൻ എംബസിയെയും അതുപോലെ
ദുബൈയിലുള്ള ഇന്ത്യൻ കോൺസുലേറ്റിനെ അറിയിക്കണം. അങ്ങനെ വേണം ഈ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന ആരോപണ വിധേയനായ സതീഷിനെ നിയമത്തിന് മുന്നിലേക്ക് എത്തിക്കാൻ ചെയ്യേണ്ടത്. പിന്നീട് അയാളെ ഇത്തരത്തിൽ ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ച് വേണം ഈ നാട്ടിലേക്ക് എത്തിക്കേണ്ടത്. അങ്ങനെയുള്ള നിരവധി കടമ്പകളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. പിന്നീട് ഈ സതീഷിൻ്റെ സൗണ്ട് ബൈറ്റിൽ നിന്ന് ദുബായിൽ നിന്നുള്ള സൗണ്ട് ബൈറ്റൊക്കെ നമ്മൾ കണ്ടു. പലരും വിചിത്രമായ കാര്യങ്ങളാണ് ആ സൗണ്ട് ബൈറ്റിലൊക്കെ അയാൾ പറയുകയും ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞ് വെച്ച ആഹാരം എന്നൊക്കെ അയാൾ കുഞ്ഞെന്ന് വിളിച്ചുകൊണ്ടാണ് അതുല്യെ സംബോധന ചെയ്യുന്നത്. ഒരിക്കലും അവളാണ് എന്നെ മർദ്ദിക്കുന്നതെന്നൊക്കെ വലിയ ന്യായങ്ങൾ അയാൾ ഇന്ന് പറയുന്നത് കണ്ടു. പക്ഷേ അതിൽ നിന്നൊക്കെ വിപരീതമായിട്ടാണ് അവരുടെ അമ്മ, അതായത് സതീഷിൻ്റെ അമ്മ ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചത്. അവർ തമ്മിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, അവർ വീണ്ടും ഒരുമിച്ച് ജീവിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരാൾ പോയിരിക്കുന്നു, അതിന് എൻ്റെ മകൻ ഉത്തരവാദിയാണെങ്കിൽ തീർച്ചയായും അയാൾ നിയമത്തിൻ്റെ മുന്നിലേക്ക് എത്തണം എന്ന് ഒരമ്മ പറയുകയാണ്. ആ അമ്മയെപ്പോലും ഇയാൾ വിളിക്കാറില്ല. അത് ആ വീട്ടിൽ നടന്ന സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് ആ അമ്മയുമായിട്ട് യാതൊരു ബന്ധവും കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ അയാൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. എന്തായാലും ഇപ്പോൾ ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഇത് ഷാർജയിലെ ഫോറൻസിക് മോർച്ചറിയിൽ ഈ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് അത് പോസ്റ്റ്മോർട്ടം നടപടികളുണ്ട്. ഇന്ത്യൻ എംബസി ഇടപെടേണ്ടതുണ്ട്, കോൺസുലേറ്റ് ഇടപെടേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ സംവിധാനങ്ങളൊക്കെ തന്നെ ഇടപെട്ടാൽ മാത്രമേ ഈ കുട്ടിക്ക് നീതി ലഭിക്കുകയുള്ളൂ. രുചീഷ്.